ഓ ആ ഷമീറ, ആ എന്താണ് ഭയങ്കര അർജന്റായിട്ട് വിളിക്കാൻ തോന്നുന്നു? അർജന്റായിട്ട് വിളിക്കാൻ പറഞ്ഞത് മറ്റേ ബദറിന്റെ വീഡിയോ കണ്ടോണ്ടൊന്ന് വിളിക്കാൻ വിചാരിച്ചു. ഈ ആ സമയത്ത് വിളിച്ചാല് സമയമില്ലാത്ത സമയം. ഞാനൊരു ബദറിലിപ്പോ എന്താ? 4:30 ഫ്രീ ആയില്ല. അപ്പൊ ആ സമയത്തൊക്കെ വിളിച്ചാൽ നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഞാന് ബദറിന് സമയം ഉണ്ടാവില്ല. കൊള്ളാണെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ ആ വീഡിയോ ഇറക്കിയത്. പല ഞാനല്ലല്ലോ, ആളുകളോട് പുസ്തകത്തിലൊക്കെ ഒരു എഴുതി വെച്ചുള്ള തന്നെയല്ലേ. കൊള്ളാന്ന് ഒരിക്കലും പുസ്തകത്തിൽ എഴുതിയിട്ടില്ലല്ലോ. കൊള്ളാന്ന് പുസ്തകത്തിൽ എഴുതൂല എന്നുള്ളതുകൊണ്ട് കൊള്ളയല്ലാതാവില്ലല്ലോ. ആവും, അതിനുള്ള തെളിവൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ ശരി. എല്ലാ വീഡിയോസും കണ്ടിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളൊരു സംവാദത്തിന് സ്കോപ്പ് കൂട്ടിക്കോളി. സംവാദം എന്തിനാ, നമുക്ക് ആൾക്കാര് കോൾ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഓൺലൈനിൽ സംവാദം ചെയ്യാം. നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ കുറച്ചുകൂടി ആൾക്കാർ ഏതെങ്കിലും എന്താണ് ഈ അൺമാസ്കിംഗ് ടീമൊന്നും വരാത്തതുകൊണ്ട്? ഓരിപ്പോ നോമ്പൊക്കെ അല്ലേ. നമുക്കൊക്കെ കഴിഞ്ഞോട്ടെ, അർജന്റൊന്നുമില്ല. അപ്പൊ ഈ വിഷയത്തിൽ നമുക്കൊരു വേണമെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ലൈവിൽ തന്നെ ഇരിക്കാം. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചോ, ഞാൻ മറുപടി ആയിട്ട് വരാം. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ എന്നാ പിന്നെ നിങ്ങളാണ് പറഞ്ഞാ പോരെ ഒരു വീഡിയോയില്. നിങ്ങളെ വീഡിയോ പരിഗണിക്കാൻ എന്നിട്ട് പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങള് നിങ്ങള് 4 ആള് വട്ടത്തിലിരുന്നിട്ട് എന്തൊക്കെയോ ഒരു തെളിവും വെക്കാതെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ പറഞ്ഞ നമുക്ക് അങ്ങനെയല്ലല്ലോ. എന്റെ വാദങ്ങൾ കേൾപ്പിച്ചിട്ട് അതിനുള്ള മറുപടി ആയിട്ട് അങ്ങനെ പറഞ്ഞോളി, ഓരോരോ പീസ്. അത് അങ്ങനെ തന്നെ പീസാക്കിട്ട് തന്നെ വിട്ടത്. അല്ല, ഒരൊറ്റ ഒന്നിലും ഒരു റെഫറൻസ് വിടാതെ പോയി പറയാതെ പോയിട്ടില്ല. ഏതാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ 4 ആളും ഏതാ കൂടി ഇരുന്ന വട്ടത്തിലിരുന്ന് വർത്താനം പറയണതോ? നിങ്ങളെ കേട്ടിട്ടുണ്ടാവില്ല. വട്ടത്തിൽ ഇരിക്കണ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. കേൾക്കാൻ. കാരണം റെഫറൻസ് പറഞ്ഞാല് ഹദീസ് നമ്പറും ഖുറാന്റെ ആയത്ത് നമ്പറും അടക്കം നമ്മൾ പറഞ്ഞിട്ട് ഒരൊറ്റ വീഡിയോ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊന്നും പറഞ്ഞാണ് എന്തായിരുന്നു എന്റെ സാഹചര്യം കേക്കട്ടെ. അതിന് ചുരുക്കം 2 വാക്കുകൾ പറഞ്ഞ. അതിന് ആണ് ഒരു ഞാന് റെഫറൻസും വേണ്ട, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. പശ്ചാത്തലം റെഫറൻസിന്റെ അല്ല, നിങ്ങൾ കയ്യിലുണ്ട്. ഇല്ലാതെ പറഞ്ഞോളി. ഒരു 2-3 മിനിറ്റില് അതെന്തായിരുന്നു അതിന്റെ സാഹചര്യം, എന്തായിരുന്നു പശ്ചാത്തലം, എന്തിനാണ് മുഹമ്മദ് നബി സന്നാഹം കൂട്ടിയത്, പറഞ്ഞു കേക്കട്ടെ. ഓക്കെ, അങ്ങനെ പറഞ്ഞത് ഈ അല്ലല്ല. നിങ്ങളെ ഒറ്റ മിനിറ്റ്. നിങ്ങള് ഇതിനെ ഒരു ഇത് വെക്കുന്നുണ്ടല്ലോ, വിമർശനമായിട്ട് വെക്കുന്നുണ്ടല്ലോ. അതായത് നിങ്ങളെ ഒരു കൊള്ളയാണ് ഇത് എന്നുള്ളതിന് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇവര് ഈ മക്കാര് കച്ചവടത്തിന് പോകുന്ന ആളുകളാണ്. അബൂ സുഫിയാനും ടീമിനും അതേപോലെ അതിനു മുമ്പും ഇതേപോലെ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ആളുകള് ഈ അബൂ സുഫിയാനും അല്ലെങ്കിൽ മക്കാരായിട്ടുള്ള ഖുറൈശികള് ഒരു രീതിയിലും അങ്ങോട്ട് ഒരു പ്രവോക്കും ചെയ്യാതെ തന്നെ ഇവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ബദറിലേക്ക് എത്തിയത് എന്നാണ് നിങ്ങൾ പറയാ അല്ലേ? മനസ്സിലായില്ല. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? അല്ല, ബദറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബദറിന്റെ കഥ 313 ആളെയും കൂട്ടിയിട്ട് മുഹമ്മദ് നബി പുറപ്പെട്ടത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് പിടിച്ചെടുക്കാനാണോ അല്ലേ? അതെ, അതാണ്. അത് കൊള്ളയാണ്. അത് കൊള്ളയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരു സന്ദർഭം ഉണ്ടാവല്ലോ. കൊള്ളക്ക് ന്യായീകരണം ഇല്ല എന്നല്ല, അങ്ങനല്ല. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. അല്ല, ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് കരുതാൻ വിചാരിക്കാം. യുദ്ധമൊന്നും നടന്നില്ല, പക്ഷെ ആക്രമിക്കുമെന്ന് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ഒരു വഴി എന്ത് ചെയ്യാണ്? ഉദാഹരണത്തിന് വേറെ ഒരു സ്ഥലത്തേക്ക് ഇവരുടെ രാജ്യാതിർത്തി ലംഘിച്ച് അല്ലേ? ഇത് ഷെയ്ഖ് ഇല്ലല്ല, ഞാൻ മുഹമ്മദ് പറയട്ടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഷെയ്ഖ് മുഹമ്മദിന്റെ ഒന്നല്ല ഞാൻ പറയുന്നത്. ഇതാണല്ലോ നിങ്ങള് പ്രശ്നം. എന്റെ നിങ്ങൾ വേറെ പോട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ബദർ ഞാൻ യുദ്ധം എന്ന് ചോദിക്കുന്നത്, പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുമ്പോ നിങ്ങൾ അതിൽ ഇറക്കിയറല്ലേ? പൂർത്തിയാക്കട്ടെ. അപ്പം ഈ പാകിസ്ഥാനിലെ ആളുകൾ ഈ കച്ചവട സംഘമായിട്ട് പോവുകയാണ്. ഇന്ത്യക്ക് ഇവരെ തടയാൻ ഇന്നത്തെ റൈറ്റ്സ്, പണ്ടത്തെ ഗോത്രകാലൊക്കെ വിട്ട് ഇന്നത്തെ റൈറ്റ്സ് അനുസരിച്ച് പറ്റൂലേ? പറ്റും. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ആർട്ടിക്കിൾ പറഞ്ഞുതരാം. എങ്ങനെ പറ്റും? UN ചാർട്ടർ അറിയാം.
UN ചാപ്റ്റർ എന്തിനെ കുറിച്ച് ഞങ്ങൾ പറയണെന്ന് ആർട്ടിക്കിൾ പറയും. 51. എന്തിനെ കുറിച്ചാ പറയണേ? അത് ശരി, ഞാൻ പറഞ്ഞ ഇത്രയും ഒരു നേരം കച്ചവട മനസ്സിലായില്ല. സംഘം, ഞാൻ പറയട്ടെ ഏത് ഞാൻ പറഞ്ഞ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞോളൂ. അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തും എന്ന് ഉറപ്പായ ഒരു തെളിവ് ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കച്ചവട സംഘം, പാകിസ്ഥാന്റെ കച്ചവട സംഘം ഇന്ത്യ വഴി പോവുകയാണെങ്കിൽ അവരെ തടയാനുള്ള പെർമിഷൻ ഇന്ത്യക്ക് ഉണ്ടോ ഇല്ലയെന്നാ UN-ന്റെ നിയമപ്രകാരം. സമ്പത്ത് പിടിച്ചെടുക്കാനുള്ളതോ? അവരുടെ കയ്യിലുള്ള എന്ത് പിടിച്ചെടുക്കാനുള്ളത് എനിക്കറിയില്ല. അതാണ് UN ചാപ്റ്റർ ആർട്ടിക്കിൾ 51. അപ്പൊ UN ചാപ്റ്റർ അനുസരിച്ചിട്ടാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ. അതെങ്ങനെയാ? UN ചാപ്റ്റർ ഒക്കെ ഇന്ന് നിലവിൽ വന്നല്ലേ? ഞാൻ പറഞ്ഞു തരുന്നത് അത് ഒരിക്കലും കൊള്ളയല്ല. അപ്പൊ ഇത് കൊള്ളയായി മാറുമോ? കൊള്ളയാണ്. മുഹമ്മദ് നബിയും സംഘവും പുറപ്പെട്ടു പോയത് കൊള്ളയടിക്കാനാണ്. നമ്മൾ ഇപ്പൊ പറയാം. ഒറ്റ പോയിന്റ് ചോദിക്കാനുള്ളൂ. ബദർ യുദ്ധം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹമ്മദ് നബീനെ അവിടുന്ന് ആട്ടി ഓടിച്ചു എന്നാണ് ഒരു കഥ. അത് നോണയാണ്. ആട്ടി ഓടിച്ചത് മാത്രല്ല, പറയട്ടെ, ആട്ടി ഓടിച്ചു എന്നാണ് ഒരു കഥ. രണ്ടാമത്തെ കഥ, അവിടെ പോയിട്ട് അവരെ ആക്രമിക്കാൻ വന്ന സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആണ് മുഹമ്മദ് നബി 313 ആളെയും കൂട്ടി പുറപ്പെട്ടത് എന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഇതൊരു ചെയിനാണ്. അങ്ങനെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്? നമ്മളൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? നമ്മളിപ്പോഴും പഠിക്കണ അങ്ങനെ തന്നെയാണ്. അത് നുണയല്ലേ? മുഹമ്മദ് നബി 313 ആളെ കൂട്ടി പുറപ്പെട്ടത് 20 ആളെ അടങ്ങുന്ന കച്ചവട സംഘത്തെ തടയാനല്ലേ? 20 ആള് അടങ്ങുന്ന 40 ആളോ അടങ്ങുന്ന 20 40 ആളടങ്ങുന്ന ഒരു കച്ചവട സംഘവും അവരുടെ സമ്പത്തും കൈക്കലാക്കാൻ വേണ്ടി ഇബ്നു ഹിശാമിന്റെയും ഇബ്നു ഇസാഖിന്റെയും സീറ അനുസരിച്ച് 40 50 വരുന്ന സംഘങ്ങളെ തടയാനാണ് 20ന്റെയും 50ന്റെയും ഇടയിലുള്ള ഒരു സംഘം. 313 എന്നുള്ള കണക്കൊന്നും അവിടെ എവിടെയും പറയുന്നില്ല. അപ്പൊ 313 ബദരീങ്ങളെ കഥ കണക്കില്ല, തെറ്റാണ്. അത് പിന്നീടാണ് യുദ്ധത്തിലേക്ക് നയിച്ച സമയത്താണ് ഈ ആളുകളൊക്കെ 313 മാറുന്നത്. അതായത് മുഹമ്മദ് നബി ബദറിലെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര പുറപ്പെടൽ ഒന്നും, പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് ബദറിലേക്ക് വീണ്ടും പടയണി വരേണ്ട ആവശ്യമില്ല. പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പിന്നീട് പങ്കു ചേർന്ന ആളുകളാണ്. എവിടുന്ന് വന്ന് പങ്കു ചേർന്നു? പല വൈക്കും ആളുകൾ വന്നു ചേർന്നിട്ട്. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലത്തിലേക്ക് കടക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അടിമത്തെ അടക്കട്ടെ. ഇനി അതിന്റെ ഇടയിൽ കൂടെ കേട്ടില്ലേ, ബദറിന്റെ കൊള്ള കഴിയട്ടെ. ബദർ കൊള്ളയടിയാണ് എല്ലാം. അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോളി, നിങ്ങൾ പറഞ്ഞോളി, തെളിവ് തരാം. തെളിവ് വെച്ചോളി, തെളിവ് വീഡിയോ ആക്കിട്ട് വെച്ചോളി. വേണ്ടാന്ന് തെളിവുകളുണ്ട് പറഞ്ഞു. ഞാനിപ്പോ എന്താ വെച്ചാല് റോഡ് സൈഡിൽ നിന്നിട്ട് തെളിവ് പരിശോധിക്കാൻ എന്റെ പുസ്തകങ്ങൾ ഇപ്പൊ കയ്യിലില്ലല്ലോ. പരിശോധിക്കണ്ട, ഞാൻ പറയുന്നത് ഇത് എന്തെങ്കിലും തെളിവ് ഇല്ലാത്തതുണ്ടെങ്കിൽ പറയും. കാരണം നിങ്ങൾ അടിമത്തത്തിന്റെ വിഷയത്തിൽ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാ പോയത്? എന്തൊക്കെ നുണ പറഞ്ഞു? ഒരു വീഡിയോ ചെയ്തോ? എന്തിന്? അതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, UN ചാർട്ടർ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല. നിങ്ങളത് ആർട്ടിക്കിൾ വായിച്ചിട്ട് വേറെ അർത്ഥം പറയും. നിങ്ങൾ ആരും പറഞ്ഞു തരുന്ന എന്തോ പൊട്ട അർത്ഥം കൊണ്ട് വരും. അല്ലല്ല, അന്നത്തെ ഞാൻ പിന്നെ എന്റെ കയ്യിലുണ്ട്. അവസാനം ഇപ്പൊ വായിക്കണോ? അല്ല, ഞാൻ റോട്ടിലാണ് വണ്ടികളുടെ നിങ്ങൾ തന്ന ആ സാധനം എടുത്തിട്ട് ഇപ്പൊ വായിച്ചാ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ വായിച്ചാൽ പറഞ്ഞപ്പോ നിങ്ങൾ വായിച്ചില്ലല്ലോ. അന്നിന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത് മോനെ? അതൊക്കെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? അവിടെ നിക്ക്. ഞാൻ ആ സമയത്ത് എന്താ പറഞ്ഞത്? ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് തെളിവടക്കം വീഡിയോ ആയിട്ട് പിറ്റേന്ന് ചെയ്തിട്ട്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അതിലുണ്ട്. ഞാൻ പറയണെന്തറിയോ, ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കും. ഷമീറിനോട് പറയാണ്. ഷമീർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും ഷമീറിന് ശരിക്കും മനസ്സിലാവണില്ല എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷമീറിന്റെ വീഡിയോകൾ പരിഗണിക്കാത്തത്. ഒരു മിനിറ്റ്. അടിമത്തത്തെ ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞ UN-ന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ കുടുങ്ങിയല്ലോ. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇതിനു മുൻപ് പറയട്ടെ സുഹൃത്തെ, ഇതിനു മുൻപ് നിങ്ങള് UN-ന്റെ അല്ല മറ്റേ എന്താണ് ജനീവ കരാറിൽ നിന്ന് വായിച്ച് പറഞ്ഞത് തെറ്റായിരുന്നു. ഒരു തെറ്റും നുണയും തെറ്റുമായിരുന്നു. അപ്പം അതേപോലത്തെ ഒരു സാധനം നിങ്ങൾ ഇവിടുന്ന് എന്തോ വായിലെടുത്ത് പറയണു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ബദർ കൊള്ളയല്ല എന്നതിന്റെ ന്യായവും ജനീവ കരാറാണ് അല്ലേ? അല്ല, പിന്നെതാ UN-ന്റെ ചാർട്ടർ. UN-ന്റെ ഏത് ചാർട്ടർ?
UN ചാപ്റ്റർ ആർട്ടിക്കിൾ 51 UN-ന്റെ എന്ത് ചാർട്ടർ? സെൽഫ് ഡിഫൻസ് സാധ്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ. ഏതാണ് ചാർട്ടറിന്റെ പേര് പറയൂ സുഹൃത്തെ. ചാപ്റ്റർ 50 UN അതിനൊരു ചാപ്റ്റർ പേരുണ്ടാവും. ആർട്ടിക്കിൾ 51. UN ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? UN-ന്റെ എന്ത് ചാർട്ടർ? ഏത് ചാർട്ടർ? അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ സാധനം ഒരു മിനിറ്റ്, അതിന്റെ ഫുൾ PDF എനിക്ക് അയച്ചു തരാം. ഒരു മിനിറ്റ്, അതിന്റെ ഫുള്ള് PDF എനിക്ക് അയച്ചു തരാം. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് അതിന്റെ താഴെ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ വാദം എന്താണ് എന്ന് അതിന്റെ താഴെ ഒരു വോയിസ് ക്ലിപ്പ് ആയിട്ട് ഇടുക. അത് പരിശോധിച്ചിട്ട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴാ അയക്കുക? ഇന്ന് തന്നെ അയച്ചു തരാം. ശരി, അയച്ചോ. ശരി, ഓക്കെ. ഞാൻ മാർച്ചിന്റെ അവസാന ഘട്ടങ്ങളിലാവുമ്പോഴത്തേക്ക് നല്ല തിരക്കിലായിരുന്നു. മാർച്ച് 25-നാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു ദിവസം എന്നെ വിളിക്കുന്നു, നിരന്തരമായ വിളിയാണ്. അപ്പൊ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, അർജന്റാണ്. അപ്പൊ ഞാൻ ഒരു യാത്രയുടെ ഇടയിൽ ചായ കുടിക്കാൻ നിർത്തിയ ഒരു ഇടവേളയിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച ഒരു 5 മിനിറ്റ്, ഒരു 9 മിനിറ്റോളം സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ബദർ കൊള്ളയല്ല, ബദർ പ്രതിരോധമാണ്. ഇന്നത്തെ കാലത്ത് ബദർ പ്രതിരോധമാണെന്നുള്ളതിന് തെളിവുണ്ട്. UN രക്ഷാ കൗൺസിലിന്റെ പിന്നെ ഒരു ആർട്ടിക്കിൾ ഒക്കെ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. നിങ്ങൾ അയച്ചോഹി, നമുക്ക് നോക്കാം, പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞു. അവസാനം അയച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ മാർച്ചിന്റെ അവസാനത്തെ ഒരു 5-6 ദിവസം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരുന്നു എന്ന്. അത് കഴിഞ്ഞപ്പോ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്യുന്നു. 2 ദിവസം ഇന്നലെയാണെന്ന് എനിക്കറിയില്ല. ഒരാൾ അയച്ചു, ഒരുപാട് ആൾക്കാർ അയച്ചു തന്നു. അതിൽ പറഞ്ഞത് എനിക്ക് കുറെ തെളിവുകൾ അയച്ചു തന്നു, അതോടുകൂടി ഞാൻ മുങ്ങി, പിന്നെ എന്നെ കാണാനില്ല. അതായത് ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട, ഉത്തരം മുട്ടി ഞാൻ ഹലാക്കായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പർ ഇറക്കി. അപ്പൊ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് 6:30 മണിക്കാണ്. 5 മണിക്ക് സാധാരണ ഒരു 4-4:30 കൂടെ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് നിന്ന് 5-5:30 ആയിട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഷമീറിന്റെ ഈ വീഡിയോ ക്ലിപ്പിന്റെ ഭാഗം എനിക്ക് ഒരാൾ കട്ട് ചെയ്ത് അയച്ചത്. അപ്പൊ തന്നെ ഷമീറിനെ വിളിച്ചു, ഷമീർ എടുക്കുന്നില്ല. പിന്നെയും ഷമീറിനെ വിളിച്ചു, ഷമീർ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഷമീറിനെ വീണ്ടും വിളിച്ചു, ഷമീർ എടുത്തു. അപ്പൊ ഷമീറിന് കുറച്ച് സമയമുണ്ട് എന്ന് പറഞ്ഞു. ഷമീറിനോട് ആ ഭാഗമൊക്കെ ഒന്ന് വായിപ്പിച്ച് അർത്ഥം വെപ്പിച്ചതിന്റെ ഒരു കോലം, അതിലെന്താ പറയണേ, എന്താ ഏതാന്നുള്ള കാര്യമൊക്കെ പറയാം. എന്താണ് ഷമീറെ, ഞാൻ നാട്ടിൽ എന്നൊക്കെയാണല്ലോ പറയണേ. പൊന്നാര ചങ്ങായി, എന്നോട് അന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ മാർച്ചിന്റെ തിരക്കാണ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മാർച്ച് ലാസ്റ്റും ഏപ്രിൽ ഫസ്റ്റും എന്നൊക്കെ പറഞ്ഞാല് അതുപോലത്തെ അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. ഓക്കെ, കണ്ടിട്ടില്ല, ഞാൻ എപ്പോഴാ നോക്കണേ? സീൻ ചെയ്യാറുന്ന കുട്ടിയെ അത് ഒരു സാധനം, ഒരു ലിങ്കല്ലേ അയച്ചെന്നത്? ലിങ്ക് 2 ലിങ്ക് 3 ലിങ്ക് ആകെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ആകെ 2 വരി ഉണ്ടാവും. ഒരു ബുക്കിൽ ഏതാണെങ്കിൽ 2 വരി സമയമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടോ? എനിക്ക് സമയമുണ്ട്. എന്നാ അങ്ങോട്ട് എടുത്തോളെ, നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനമാക്കാം. എന്താ നിങ്ങളെ വാദം? എന്റെ വാദം ബദർ കൊള്ളയല്ല എന്നുള്ള, പ്രതിരോധമായിരുന്നു. പറഞ്ഞോളെ. പ്രതിരോധമായിരുന്നു. തെളിവ് പറയും. തെളിവ് ഞാൻ അയച്ചിട്ടുണ്ടല്ലോ, അത് വായിച്ചിട്ട് വിളിക്കാൻ തന്നെ കേട്ടോട്ടെ. നിങ്ങൾ പറഞ്ഞോടി. അല്ലല്ല, നിങ്ങളിത് വായിച്ചിട്ട് അങ്ങനെ പറയരുതേ. എന്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ. നിങ്ങൾ എടുത്തോളി. ഞങ്ങൾക്ക് വായിക്കാൻ അറിയാത്ത ഭാഗം ഞാൻ വായിച്ചു തരാം. ഏത് ഭാഗം വായിക്കണേ നിങ്ങളിത് വായിച്ചിട്ട് വിളിക്കാന്നാണല്ലോ പറഞ്ഞത്. ഞാനത് വായിച്ചിട്ടല്ല. നിങ്ങളെ വീഡിയോ, പുതിയ വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു. അപ്പൊ ഞാൻ കേൾക്കുമ്പോഴാണ് നിങ്ങൾ നമ്മളന്ന് സംസാരിച്ച കാര്യമൊക്കെ പിന്നെ ഓർക്കണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ മെനിയാന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിന്റെ തലേന്ന് നിങ്ങൾ ലൈവ് ചെയ്തപ്പോ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വായിച്ചോ? എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള നമുക്ക് ഇപ്പൊ തീരുമാനാക്കേ. അപ്പൊ വായിച്ചിട്ടൊന്ന് വിളിച്ചോ. വേണ്ട, ഇപ്പൊ വായിക്കാം. ഞാൻ ഒളിച്ചോടി പോയ ആളല്ലേ. അന്ന് തെളിവ് തന്നപ്പോ ഒരു മിനിറ്റ് ഷമീറെ, തെളിവ് ഷമീർ അർഹിക്കാത്ത ഒരു മര്യാദ കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഷമീർ ഇപ്പൊ ഈ ഡയലോഗ് അടിക്കാനുള്ള ഏക കാരണം. മനസ്സിലായി? അത് പറയാം, അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി കേട്ടോ, പറഞ്ഞുതരാന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എനിക്കെന്തോ തെളിവ് തന്നു. അതായത് ബദർ യുദ്ധം ഒരു ന്യായമായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാൻ മുങ്ങി. ഇതല്ല നിങ്ങളെ വാദം? എന്നാണ് പറയും. അതാ ഞാൻ പറഞ്ഞത്. വായിച്ചിട്ടില്ല പറഞ്ഞത്.
അവിടേക്ക് പറയ്, വായിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ഏത് തെളിവാ തന്നത് പറയ് ഷമീറെ. കുട്ടിയെ ഷമീറിന്റെ ഉടായ്പ വായിച്ചിട്ടില്ല വേണ്ട എന്നല്ലേ ഷമീറെ. പറഞ്ഞ്. ഷമീറിന്റെ സ്ഥിര ഉടായ്പ വേണ്ട. സ്ഥിര നിങ്ങൾ എനിക്ക് ഉടായ്പ് അയച്ചു തന്നു എന്ന് നിങ്ങളാണ് പറയുന്ന സ്ഥിര സാധനം ഉടായ്പ്. എന്റെ മുമ്പിൽ ഇപ്പൊ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള എന്റെ ആളുകൾ മുമ്പിലുണ്ട് വിളിക്കുമ്പോ ഷമീറെ. സ്ഥിര ഏതാണ് ഉടായ്പ് ഞാൻ അവിടെ തുറക്കേണ്ടതെന്ന് ഷമീർ നിൽക്കട്ടെ. പറഞ്ഞാൽ മതി. ഏത് നിങ്ങൾ ലിങ്കാണ് നിങ്ങൾ തുറക്കേണ്ടതെന്ന് ഷമീർ പറയും, നമുക്കത് വായിച്ച് അത് പോവാം. പറയാം, അങ്ങനെ പറയാം, അങ്ങനെ ആ പറയും. പറയ്. ഞാന് നിങ്ങൾക്ക് വാട്സപ്പിൽ എടുത്തോ, വാട്സപ്പ് എടുക്ക്. എടുത്തിട്ടുണ്ട്. വാട്സപ്പിന്റെ മുമ്പിലുണ്ട്. വാട്സപ്പിൽ ഞാൻ നിങ്ങൾ ചോദിച്ച പാടെ തന്നെ അപ്പൊ തന്നെ ലിങ്ക് അയക്കാന്നാണല്ലോ ആ പറഞ്ഞത്. ലിങ്ക് ലിങ്ക് ഏതാണ്? ഏത് അയച്ചില്ലേ? ലിങ്കാണ്? നിങ്ങൾ ഒരു ഫസ്റ്റത്തെ 3-4 ലിങ്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. എന്താണ് അതിൽ ആദ്യം അയക്കേണ്ടത്? മുതലുള്ള ലിങ്ക് എടുത്തോ. ആദ്യത്തെ നിങ്ങൾ ലിങ്ക് എടുത്താൽ പറയൂ ഫുള്ള് സുഹൃത്തെ. ആദ്യത്തെ അതിന്റെ ലിങ്ക് എന്റെ താഴെ കയ്യിൽ ഞാൻ ഭാഗമൊക്കെ ഓപ്പൺ ആക്കി അതിൽ വെച്ചിട്ടുണ്ട്. തന്നെ കിട്ടൂ. ആദ്യത്തെ ലിങ്ക് എടുത്തിട്ടുണ്ട്. അതില് 41 ഇതെന്താന്ന് പറയാ ആദ്യം. ആർട്ടിക്കിൾ എടുക്കും. ഇതെന്താ സാധനം? അത് ശരി, UN-ന്റെ ചാപ്റ്റർ ആണോ? അത് എന്ത് UN-ന്റെ എന്ത് ചാർട്ടർ? അതിന് പേരൊക്കെ അതൊന്ന് ഉണ്ടാവുമല്ലോ. വായിച്ചു നോക്ക്. നിങ്ങൾ പറയൂ സുഹൃത്തെ. വായിക്കാനല്ലേ ഇപ്പൊ ഓപ്പൺ അല്ല, ചെയ്തിരിക്കല്ലേ, നിങ്ങൾ വായിച്ചോ. പറയേ. നിങ്ങളല്ല ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് തെളിവ് വന്ന ആളല്ലേ. ഇത് തെളിവ് കേൾക്കട്ടെ, എന്നാണ് ആൾക്കാർ കേൾക്കട്ടെ. പറയ്, വായിക്കേ. ആൾക്കാർ കേൾക്കട്ടെ. നിങ്ങൾ വായിക്കേ. വായിച്ചോ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വായിക്ക്. നിങ്ങൾ അയച്ചത്. വായിച്ചോ. ഞാൻ വായിച്ചോളാം. വായിച്ചോ. ഞാൻ വായിച്ചോണ്ടാണ്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് എനിക്ക് അത് തെളിവ് ശരി, അപ്പൊ തന്നു. വായിച്ചു. അപ്പൊ ഞാൻ പരാജയപ്പെട്ടു ഓടിപ്പോയി എന്ന് വീഡിയോ ചെയ്ത ആളല്ലേ ഇപ്പൊ ഷമീർ. അതെ, അപ്പൊ നീ അപ്പൊ ഷമീർ വായിക്ക്. എല്ലാം നിങ്ങൾ ഷമീർ വായിച്ചിട്ട് പറയും. വായിക്ക് ഷമീറെ. ഷമീർ വായിക്കാൻ അറിയില്ലെങ്കിൽ ഷമീർ വായിക്കാൻ അറിയില്ല എന്ന് പറ. ശരി, ഞാൻ വായിച്ചു. ഷമീറിന് വായിക്കാൻ അറിയില്ലെങ്കിൽ ഷമീറിന് വായിക്കാൻ അറിയില്ല എന്ന് പറ. ഒറ്റ മിനിറ്റ്. വായിച്ചോട്. ഞാനിപ്പോ 51 ആണ് എടുത്തത്. എന്താണ് സാധനം? വായിക്ക്. നിങ്ങൾ അതിന്റെ പേര് വായിക്ക്. ആൾക്കാർക്ക് ഇതൊക്കെ എല്ലാവർക്കും പരിശോധിക്കാനുള്ള ഒരു അവസരം വേണം. ചാപ്റ്റർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്, ചാപ്റ്റർ 7, ചാപ്റ്റർ ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു there is to the peace. എനിക്ക് മനസ്സിലായില്ല. ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ത്രെട്ട് എന്ന് പോലും വായിക്കാൻ അറിയാത്ത ഷമീർ ഇത് മൊത്തം വായിച്ച് അരച്ച് കലക്കി കുടിച്ച് എനിക്ക് തെളിവ് തന്നോ? ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ട്രത്ത് ടു ദ പീസ്, ബ്രീച്ചസ് ഓഫ് ദ പീസ് ആൻഡ് ആക്ട് ഓഫ് അഗ്രഷൻ. അതെ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായത്? എന്താ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്? പറയൂ. ഇതെങ്ങനെ നിങ്ങൾ ബദറിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ് കേൾക്കട്ടെ. നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ. ആദ്യം ഇതിന് പറഞ്ഞത് ഇതെന്താണ് സംഭവം? അതായത് അതിലിപ്പോ ഇതിന്റെയൊക്കെ മുൻപേ നിങ്ങളിപ്പോ പറഞ്ഞ ആക്ഷൻ ഉണ്ടല്ലോ, ചാപ്റ്റർ ഓഫ് യുണൈറ്റഡ് നേഷന്റെ ഇതിന്റെ ഒന്നാമത്തെ സമാധാനത്തിന്. ഒരു മിനിറ്റ്. അതിന്റെ മുൻപ് ആദ്യത് എന്താന്ന് പറയണല്ലോ, പർപ്പസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പർപ്പസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് ഇതിന്റെ ചാപ്റ്റർ 1-ന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്ന് വായിച്ചാൽ അർത്ഥം പറഞ്ഞാണി. ചാപ്റ്റർ 1 അല്ല ഞാൻ പറഞ്ഞത്. ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടല്ലേ സുഹൃത്തെ. ഇതൊരു ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ ആമുഖമായിട്ട് പ്രിഫൈസ് ആയിട്ട് ഇത് എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയുള്ളതാണെന്നും എന്ത് ഉദ്ദേശത്തിലുള്ളതെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ തുടക്കത്തില്, ഇല്ലേ? അവിടേക്ക് ഇല്ല, ഉണ്ടാവൂലേ? അവിടേക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ പറയണത്? ആർട്ടിക്കിൾ 1 വായിക്കുന്നത്. നമുക്ക് 52-ലേക്ക് പോവാം. ചാപ്റ്റർ 1, അതായത് പ്രിൻസിപ്പൽ, പർപ്പസസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒന്ന് വായിച്ചേ കേക്കട്ടെ. എന്താ അത് വായിക്കേണ്ട ആവശ്യം എന്താ? അല്ല വായിക്കേ. അല്ല, ഇതിലാണല്ലോ ഇത് തുടങ്ങുന്നത്.
അല്ല ഇതിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. നിങ്ങൾ എന്താ ഓക്കെ വായിക്കാത്തെന്താ? അങ്ങനെയാണെങ്കിൽ ബദറിന്റെ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ഇത് വായിക്കുക. ബദറിലേക്ക് നമ്മൾ അവിടെ പോകാം. നിൽക്ക്. ആദ്യം നിങ്ങൾ നിങ്ങൾ ഇതാണല്ലോ എവിടുന്നാണ് ബദറിന്റെ സാഹചര്യം തുടങ്ങുന്നത്? ബദർ കൊള്ളയാണ് എന്ന് അതൊക്കെ പറയുന്നിടത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, സാഹചര്യം നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങളോട് പറയണം. നിങ്ങൾ എന്തിനാ ഞാൻ വായിച്ചുതരാം. അവിടേക്ക് ഞാൻ നുണ ചോദിക്കട്ടെ. പറയാനും ഉടായ്പ് അവിടെ കാണിക്കാനും നിൽക്ക്. ഷമീറിനെ അറിയാം. ലിയാക്കട്ടെ, ഷമീറിന്റെ പരിമിതികൾ അറിയുന്നത് കൊണ്ടാണ് ഷമീറിനോട് ഒരു മാന്യതയും ഒരു വിനയവും ഒക്കെ കാണിക്കുന്നത്. ഷമീർ തനി വഹാബികളുടെ ആ കാപട്ടി എന്റെ അടുത്ത് എടുക്കണ്ട. അത് എന്റെ അടുത്ത് നടക്കൂല. ഷമീർ ഇനി വായിച്ച അർത്ഥം വെക്കാതെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരടി ഷമീറിന് പോകാൻ പറ്റില്ല. ഷമീർ എടുത്തു കൊടുക്കുന്ന ആർട്ടിക്കിള്, ഷമീറിന് ഒരു ആർട്ടിക്കിൾ എന്നോട് വായിക്കാൻ പറഞ്ഞു, എനിക്ക് തെളിവ് തന്നു, ഞാൻ അത് വായിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞ ഷമീറിന് ആ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ വായിക്കാൻ അറിയില്ല. വായിച്ചല്ലോ, ഞാൻ എന്ത് വായിച്ചു? എന്താ ത്രട്ടിന് പകരം വായിച്ചത്? ഈ ഷമീറാണ് ഈ ആർട്ടിക്കിളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് ബദറിന് ന്യായം കണ്ടെത്തുന്നത്. അത് ശരി. ഞാൻ വായിച്ചതിൽ എന്തെങ്കിലും ചെറിയ വായിക്കാൻ എത്ര സമയം എടുത്തിട്ടും വായിക്കാൻ അറിയാത്ത, നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തത് പരിമിതിയൊന്നുമല്ല. ഞാൻ ഷമീറിനെ കളിയാക്കാൻ വിളിച്ചല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ലിങ്ക് അയച്ചു തന്നു. പറയട്ടെ ഷമീറെ, പറയട്ടെ. ഒറ്റക്ക് ഇരുന്ന് 1.5 മണിക്കൂർ നുണ പറഞ്ഞല്ലേ? കേക്ക്, എന്നോട് കേക്ക്. കേൾക്ക് 5-6 ആള് കൂടി ഇരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറ. ഇത് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് വായിക്കുമ്പോ അക്ഷരപ്രസംഗങ്ങൾ അതിനല്ലേ ഷമീറിനെ വിളിച്ചത്. ഷമീറിന്റെ അടുത്ത് വിളിച്ചത്. ഷമീറിന് വായിക്ക് ഷമീറെ. അവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞതില് നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളിപ്പോ എനിക്ക് അയച്ചു തന്ന ലിങ്കിന്റെ ഹെഡിങ് വായിക്കാൻ പോലും ആ ഷമീറിന് അറിയില്ല. ആ ഷമീറാണ് തെളിവ് തന്നപ്പോ വേണ്ട ഷമീറെ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടേ? ഉത്തരപ്പുള്ളിയിലും വേണ്ടേ? അത് ശരി. അതൊക്കെ നിർത്ത്. നിങ്ങൾ വേറെ ആരെങ്കിലും അതല്ല, എന്നെ പരിഹസിക്കാനല്ല വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ആർട്ടിക്കിളില് എന്തെങ്കിലും ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധമില്ലാത്ത അതാണ് ചോദിക്കാൻ. തെളിവ് തന്നു, തെളിവ് കിട്ടിയപ്പോ ഞാൻ മുങ്ങി. ഇതല്ലേ ഷമീറിന്റെ വാദം. ഞാൻ തന്ന തെളിവിൽ എന്താണ് വായിക്ക്, അർത്ഥം പറയേ. അത് ശരി. പറയേ. വായിക്കേ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന തെളിവില് അതല്ല തെളിവ്, അത് തെറ്റാണെന്നാണ് നിങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഷമീർ ആദ്യം തന്നത് എന്താന്ന് പറയും, നാട്ടുകാർ കേക്കട്ടെന്ന്. ഷമീർ തന്ന തെളിവ് എന്താന്ന് ആദ്യം പറ, നാട്ടുകാർ കേക്കട്ടെ. അതല്ലേ ചോദിക്കണേ. ഓക്കെ. ഞാൻ അതിന്റെ ആർട്ടിക്കിൾ 51 മുതൽ എന്ത് ആർട്ടിക്കിൾ, എന്തിന്റെ ആർട്ടിക്കിൾ, എന്തിനുണ്ടാക്കിയ ആർട്ടിക്കിൾ, എന്ത് കിതാബാണ് അത് ആദ്യം പറയേ. സമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. സമാധാനത്തിന്? ആരുടെ സമാധാനം? ലോക രാജ്യങ്ങളുടെ സമാധാനത്തിന്. അക്രമ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നടപടികളാണ്. ഇത് അറിയാം, നിങ്ങൾ വായിച്ചാ മതി. അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. അതില് ആ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നിങ്ങൾ വായിച്ചിട്ടില്ലേ? പ്രശ്നമില്ല. വായിച്ചിട്ടില്ല. ഇനി എന്താ വേണ്ടി? എന്താണ് പറയും? ഇനി ആർട്ടിക്കിളാണല്ലോ വേണ്ടത്. അല്ല, ഇത് എന്താണ് സാധനം എന്ന് പറയും. ശരി, സമാധാന കരാറാണെന്ന് ഞാൻ വായിക്കുക. അത് നിങ്ങൾ വായിക്കുക. ഞാൻ നിങ്ങൾക്ക് വായിച്ചുതരാം. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അർത്ഥം പറഞ്ഞാൽ മതി. ഞാൻ വായിച്ചുതരാം. ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി and to the end to take effective collective measure for the prevention and removal of threats to the peace and for the suppression of acts of aggressions or other breaches of the peace. Conformity. ഒരു മിനിറ്റ്. ഇതിന്റെ തുടക്കം, ഇതിന്റെ പർപ്പസ്, പർപ്പസസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. അതിന്റെ വായിച്ച അർത്ഥം പറഞ്ഞതാണ്. നിങ്ങൾ വായിച്ച അർത്ഥം പറഞ്ഞു. ഇപ്പൊ ഞാൻ വായിച്ച അത്രയും ഭാഗം അർത്ഥം പറയും, കേക്കട്ടെ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നോക്കി പറയും. എവിടെങ്കിലും ഒന്നും നോക്കണ്ട, ഇതന്നെ നോക്കിക്കോളൂ, പറഞ്ഞോളൂ. പർപ്പസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ അതല്ലേ? അതന്നെ പറയും. ഓക്കെ. വായിച്ചോ. നിങ്ങൾ വായിക്കേ. വായിച്ചോ. എന്തൊരു കഷ്ടാണ്. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലേ? ഞാൻ അത് വായിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാരഗ്രാഫിന്റെ പകുതിയും വായിച്ചു. നിങ്ങൾ അതിന്റെ അത് എന്താണെന്ന് പറഞ്ഞേരി. ഇത് ഐക്യരാഷ്ട്രസഭയുടെ
ഇതാക്കിയതാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. എന്താണ് അതായത് എന്താക്കിയത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും നിലനിർത്താനുള്ള സമാധാനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, അക്രമ പ്രവർത്തനങ്ങളോ മറ്റ് സമാധാന ലംഘനങ്ങളോ അടിച്ചമർത്തലോ ഉണ്ടായ കൂട്ടമായ നടപടികൾ കൈകൊള്ളുന്ന സമാധാനപരമായ മാർഗങ്ങൾ കൊണ്ടുവരിക. ഇതാണ് ഉദ്ദേശം. സമാധാനപരമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവരിക. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. അതിനായി സമാധാനത്തിനുള്ള ഭീഷണികൾ തടയുക, അത് നീക്കം ചെയ്യുക. സമാധാനത്തിന്റെ അക്രമങ്ങളോ മറ്റു ലംഘനങ്ങളോ അടിച്ചമർത്തുന്നതിനും, അതായത് സമാധാനത്തിനെതിരായിട്ടുള്ള അക്രമങ്ങൾ, മറ്റു സമാധാനത്തിന് അപകടമാകുന്ന ലംഘനങ്ങൾ, എന്തെങ്കിലും സമാധാന ലംഘനങ്ങൾ, അത് അടിച്ചമർത്തുന്നതിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ, എന്തിലൂടെ? സമാധാനപരമായ മാർഗങ്ങളിലൂടെ, നീതിയുടെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും തത്വങ്ങൾക്ക് അനുസൃതമായി ഫലപ്രദമായ കൂട്ടായ നടപടികൾ കൈക്കൊള്ളുക. സമാധാന ലംഘനത്തിലേക്ക് നയിച്ചേക്കാവുന്ന അന്താരാഷ്ട്ര തർക്കങ്ങളോ സാഹചര്യങ്ങളോ ക്രമീകരിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുക. അപ്പൊ അല്ല, നിങ്ങൾ ആർട്ടിക്കിൾ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ കരാർ എഴുതിയിട്ടുള്ളത്. ഈ ചാർട്ടിൽ ഇതാണ് പറയുന്നത്. ഇനി എന്താണ് നിങ്ങൾ ആർട്ടിക്കിൾ പറഞ്ഞത്? നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് 52ലേക്ക് വേണ്ടേ? 57 7-ആണോ? ചാപ്റ്റർ 7-ലാണോ? ചാപ്റ്റർ 7 39ാമത്തെ ആർട്ടിക്കിൾ മുതൽ വായിച്ചോ. 39 മുതലാണല്ലോ ചാപ്റ്റർ 7 തുടങ്ങുന്നത്. വായിച്ചോളേ. വായിച്ച അർത്ഥം പറയും സുഹൃത്തെ. ഇത് നാട്ടുകാർ കേൾക്കാനാണ്. നിങ്ങൾ എനിക്ക് തന്ന തെളിവ് നാട്ടുകാർ കേൾക്കട്ടെ, അതിനാണ് ഈ പറയണത്. നിങ്ങൾ വായിച്ചോ? എനിക്ക് അധികം ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. സെക്യൂരിറ്റി കൗൺസിൽ ഷാൽ എനിക്കും ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നേ ഉള്ളൂ. സെക്യൂരിറ്റി കൗൺസിൽ ഷാൽ ഡിറ്റർമിൻ ദി എക്സിസ്റ്റൻസ് ഓഫ് എനി ത്രെറ്റ് ടു ദി പീസ്, ബ്രീച്ച് ഓഫ് ദി പീസ് ഓർ ആക്ട് ഓഫ് അഗ്രഷൻ ആൻഡ് ഷാൽ മേക്ക് recommendations or decide what measure shall be taken in accordance with Article 41 and 42 to maintain the restore international peace and security. ഇനിയാണ് ഇത് അവിടേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്തനുസരിച്ചിട്ടാണ് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ സമാധാനം ലംഘിക്കപ്പെട്ടോ അക്രമം ഉണ്ടായോ എന്ന് സുരക്ഷാ കൗൺസിൽ നിർണയിക്കുകയും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനോ പുനഃസ്ഥാപിക്കാനോ ആർട്ടിക്കിൾ 41, 42 എന്നിവ അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ശുപാർശ നൽകുകയും തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം? 41, 42 വായിക്കണമല്ലോ. ഞാൻ അതിന്റെ അത് വായിച്ചോ മോനെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വായിച്ചു കഴിഞ്ഞ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് പറയാനല്ല. സമയങ്ങൾക്ക് എത്രയാണ്? 41, 42 അല്ലേ? 41ന്റെ അർത്ഥമാണ് പറഞ്ഞാൽ മതി. നിങ്ങൾ വായിച്ച സമയം കളയണ്ട. അതെന്താന്ന് പറഞ്ഞോളി. സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടാത്ത ഏത് നടപടികളാണ് തങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കേണ്ടതെന്ന് സുരക്ഷാ കൗൺസിലിന് തീരുമാനിക്കാം. ഒന്നുകൂടി പറഞ്ഞതിന്റെ അർത്ഥം? സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടാത്ത ഏത് നടപടികൾ തങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കേണ്ടതെന്ന് സുരക്ഷാ കൗൺസിലിന് തീരുമാനിക്കാം. അത്തരം നടപടികൾ ഞാൻ വായിക്കട്ടെ, ഫുള്ള് വായിക്കട്ടെ. അപ്പോഴെല്ലാം അതിന്റെ ഇത് വരിക. അത്തരം നടപടികൾ നടപ്പിലാക്കാൻ ഐക്യരാഷ്ട്രസഭ അംഗങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരം ആദ്യം പറഞ്ഞു, അങ്ങനെ സായുധ സേനയുടെ ഉപയോഗപ്പെടുത്താത്ത ഏതെങ്കിലും നടപടികളാണ് തങ്ങളുടെ തീരുമാനങ്ങൾ പറയട്ടെ, വായിക്കട്ടെ, ഇനി അതിന്റെ ഇടയ്ക്ക് നടപ്പിലാക്കാൻ ഉപയോഗിക്കേണ്ടതെന്ന് സുരക്ഷാ കൗൺസിലിന് തീരുമാനിക്കാം. ഓക്കെ, ഇനി അത്തരം നടപടികൾ നടപ്പിലാക്കാൻ ഈ പറഞ്ഞ സായുധ സേനയുടെ ഉപയോഗം, അത്തരം നടപടികൾ നടപ്പിലാക്കാൻ പറയട്ടെ, അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെടുകയും ചെയ്യാം, അംഗങ്ങളോട് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യാം. സാമ്പത്തിക ബന്ധങ്ങളെയും റെയില്, അതേപോലെ തന്നെ സീ റൂട്ട്, വ്യോമസേന, അതേപോലെ തപാല്, ടെലിട്രാഫിക്, റേഡിയോ, മറ്റ് ആശയവിനിമയങ്ങൾ മതങ്ങളുടെയും പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഉള്ള തടസ്സപ്പെടുത്തലും നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതും ഇത് ഉൾപ്പെടാം.
ഇനി 41 ബാക്കിയായിട്ട് സുരക്ഷാ കൗൺസിൽ ആർട്ടിക്കിൾ 49 നൽകിയിട്ടുള്ള നടപടികൾ മതിയായില്ലെന്ന് കരുതുകയോ മതിയായെന്ന് തെളിയുകയോ ചെയ്താൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനോ പുനഃസ്ഥാപിക്കാനോ ആവശ്യമായ വ്യോമ നാവിക അല്ലെങ്കിൽ കരസേന സേന ഉപയോഗിച്ചുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇത്തരം നടപടികളിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗങ്ങളുടെ വ്യോമ നാവിക അല്ലെങ്കിൽ കരസേനയുടെ പ്രകടനങ്ങൾ, ഉപരോധം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി 51 പോവാം നമുക്ക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 39 എന്താ പറഞ്ഞത്? 39 പറഞ്ഞത് ആർട്ടിക്കിൾ 41, 42 അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചാണ്. പിന്നെ 51 പറയുന്നത് എന്താ വെച്ചാല്, ഇനി രാഷ്ട്രസഭയിലെ ഒരു അംഗത്തിനെതിരെ സായുധ ആക്രമണം ഉണ്ടായാൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സുരക്ഷാ കൗൺസിൽ രാഷ്ട്രസഭയിലെ ഒരു അംഗത്തിനെതിരെ സായുധ ആക്രമണം ഉണ്ടായാൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സുരക്ഷാ കൗൺസിൽ സ്വീകരിക്കുന്നത് വരെ വ്യക്തിപരമായോ കൂട്ടായോ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഈ ചാർട്ടറിൽ ഒന്നും ദുർബലപ്പെടുത്തുന്നില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ സായുധമായിട്ടുള്ള പാടില്ല എന്നല്ല പറയുന്നതെന്നാണ് ഇത് മനസ്സിലായത്. ആക്രമിച്ചാലാണ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഓക്കെ അന്ന് ഞാൻ പറഞ്ഞില്ല. സ്വയം പ്രതിരോധത്തിനുള്ള ഈ അവകാശം ഉപയോഗിച്ച് അംഗങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ സുരക്ഷാ കൗൺസിലിനെ അറിയിക്കണം എന്നാണ്. അത് അറിയിക്കാതെ ചെയ്യാൻ പാടില്ല, സുരക്ഷാ കൗൺസിലിനെ അറിയിക്കണം, അതായത് UN അറിയിക്കണം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനോ പുനഃസ്ഥാപിക്കാനോ ആവശ്യമായ നടപടികൾ ഏത് സമയത്തും സ്വീകരിക്കാനുള്ള സുരക്ഷാ കൗൺസിലിന്റെ അധികാരത്തെയും ഉത്തരവാദിത്വത്തെയും ഒരു തരത്തിലും ബാധിക്കരുത്. മനസ്സിലായി. ഇനി നിങ്ങൾ ഇത് ബദറിലൊന്ന് കണക്ട് ചെയ്ത് തന്നെ കേൾക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങള് ഏത് സീറാണ് വായിക്കല്? അല്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് വായിച്ചോളി. നിങ്ങൾ ബദറിന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ വായിച്ച അന്താരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ഉണ്ടല്ലോ, UN സുരക്ഷാ കൗൺസിലെ, UN സുരക്ഷാ കൗൺസിലിലെ അംഗരാജ്യങ്ങളിലും അല്ലാതെയുമുള്ള പ്രദേശങ്ങളില് അവിടുത്തെ സമാധാനപൂർവമായിട്ടുള്ള ജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലുള്ള സായുധമോ അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള അക്രമമോ തീവ്രവാദ പ്രവർത്തനമോ ത്രട്ടോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂട്ടായി UN കൗൺസില് അവരുടെ ആഭിമുഖ്യത്തിൽ എടുക്കേണ്ട, ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ട നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ ബദറിൽ കണക്ട് ചെയ്യണത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ മറ്റയാളെ കൂടെ പറഞ്ഞോളി. ആരുടെ ഞാൻ അടിമത്തൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന് ആദ്യമായിട്ട് കേട്ടത് പിന്നെ ഇയാള് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അല്പത്തരം പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടാവും. നിങ്ങൾ പറഞ്ഞോളി, കണക്ട് ചെയ്ത് തരും. എല്ലാം നിങ്ങൾ ഇപ്പൊ പറയണ്ട, കാരണം കഴിഞ്ഞ കോളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേൾക്കണേ ഞാൻ ഇത് മൊത്തം വായിച്ചു. നിങ്ങൾ പിന്നെ ഇത് പണ്ട് മുതലേ വായിച്ച് തഹസീലായ ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് എന്റെ സെർച്ചിൽ കിട്ടിയ കാര്യമാണ്, അതിൽ പിന്നീടാണ് വായിച്ചത്. മനസ്സിലായി, കുഴപ്പമില്ല. അങ്ങനെ വായിച്ചിട്ട് നിങ്ങൾ ആ UN ചാർട്ടർ പഠിപ്പിക്കാനൊന്നല്ല. ചാർട്ടർ പ്രകാരം ബദർ കൊള്ളയല്ല, ഇതല്ല ഇപ്പൊ നിങ്ങളെ വാദം? അതെ, എല്ലാം പറഞ്ഞോടി. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് മക്കയില് പ്രവാചകന്റെ ഒരു 13 വർഷക്കാലം ഉണ്ടായിരുന്നു. നമുക്ക് ഓടിച്ചിട്ട് പറയാം. അതായത് മക്കയില് പ്രവാചനം തുടങ്ങിയതിനു ശേഷം പ്രവാചകനും അനുയായികൾക്കും ഒരുപാട് അക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയും? അല്ല, പെട്ടെന്ന് കേട്ടോട്ടെ, എനിക്ക് അവസാനം ചോദ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾ മൊത്തം പറഞ്ഞോളൂ. ഓക്കെ. അങ്ങനെ അതിനുശേഷം പ്രവാചകനെ അവിടെ നിന്നും കൊലപ്പെടുത്താനും മറ്റും ശ്രമിക്കുകയും അതിനുശേഷം ഈ പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് തീരുമാനമില്ല. ക്ലിയർ ആയിട്ട് പറയുമ്പോ നല്ല വെടിപ്പായിട്ട് പറഞ്ഞിട്ട് പോകട്ടോ, വെറുതെ ഓടിപ്പോലെ. ശരി, പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ആര് തീരുമാനിച്ചു? അതിൽ മക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളും. ഏത് കൊല്ലം? അത് ഹിജ്റക്ക് ആ സമയത്താണ് പ്രവാചകനെ, ഹിജ്റന്റെ ആ സമയത്ത്. ആര് തീരുമാനിച്ചു?
ഖുറൈശികൾ അടക്കമുള്ള എല്ലാ ഖുറൈശികൾ അടക്കല്ല ഗോത്രത്തിൽ ആര് നിന്നും തീരുമാനിച്ചു? നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയും. ഞാൻ പറയട്ടെ, ഉം. ആര് എന്ന് ഹിജറക്ക് തീരുമാനിക്കുന്നതല്ല. തൊട്ട് മുമ്പ് ഈ പറഞ്ഞാൽ 12 കൊല്ലം മുമ്പ് ഖുറൈശികളിലുള്ള അല്ല ഹിജറ കഴിഞ്ഞ ഖുറൈശികളിലും 12 അറബികൾ കൊല്ലം പ്രബോധനം നടത്തിയതിനു ശേഷം മുഹമ്മദ് നബീനെ കൊല്ലാൻ തീരുമാനിച്ചു. അല്ലല്ല, അതിനിടക്കും ഒരുപാട് ആര്? ഖുറൈശികൾ ഒരുപാട് ഒരു അക്രമങ്ങൾ ഗോത്രം എന്ന ഉണ്ടായിട്ടുണ്ട്. നിലയിലോ, ഒരു മിനിറ്റ് ചോദിക്കാം, ഖുറൈശികൾ ഒരു ഗോത്രം എന്ന നിലയിലോ അവിടുത്തെ ഗോത്രത്തിന്റെ അന്നത്തെ പൊതുരീതി അനുസരിച്ച് എല്ലാ ഗോത്രങ്ങളോടി കൂടി ആലോചിച്ച് ഒരു പൊതു തീരുമാനം എന്ന രീതിയിലോ മുഹമ്മദ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലോ അവിടെ ഇസ്ലാം പദം പ്രചരിപ്പിച്ചതിന്റെ പേരിലോ മുഹമ്മദിനെ കൊല്ലണം എന്ന് തീരുമാനമെടുത്തു എന്നാണ് നിങ്ങളുടെ വാദം? അതെ, അതന്നെ അതിന് തെളിവ് തരും, തെളിവ് വെച്ചോളി. തരാം. അതായത് ഇപ്പൊ പ്രവാചകനെ തെളിവ് ഷമീറെ, തെളിവ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? തെളിവരാ. അതായത് മക്കയില് വെച്ചിട്ട് ഇപ്പൊ ഒന്ന് ഷമീറെ അതായത് ഇതായതല്ല, തെളിവ്, റെഫറൻസ് ഞാൻ പറഞ്ഞുതരാന്ന്. തെളിവ് ഇപ്പൊ പറയണ്ട, നിങ്ങൾ റെഫറൻസ് പറഞ്ഞോളൂ, എന്താണ് വായിച്ചാൽ മതിയല്ലോ, നമുക്ക് എളുപ്പമുണ്ടല്ലോ, സമയം കളയണ്ടേ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാതെ ഓഫീസിൽ തന്നെ കുത്തിരിക്കാണ്, നിങ്ങളത് തീർത്തിട്ടേ പോകുള്ളൂ. പ്രവാചകനും അതേപോലെ തന്നെ പ്രവാചക അനുയായികളായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾക്കും ഉണ്ടായ ക്രൂര പീഡനത്തിൽ നിങ്ങളിപ്പോ ഈ പറഞ്ഞതിന് തെളിവ് തരും. മുഹമ്മദ് നബിയെ ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ പേരിലോ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതിന്റെ പേരിലോ മുഹമ്മദ് നബിയെ കൊല്ലാൻ തീരുമാനിച്ചു. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രം, ഒരു രാജ്യം എന്ന രീതിയിൽ മുഹമ്മദിനെ അവര് കൊല്ലാൻ തീരുമാനിച്ചു. പറയും. ഖുറൈശികള് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകനെ റെഫറൻസ് വായിക്കും ഷമീർ, ഹദീസോ ആയത്തോ ബുക്കോ കിതാബോ ഇബ്നു ഹിശാമിന്റെ സീറത്തിലുണ്ട്. എത്രാമത്തെ പേജ്? ഇബ്നു ഹിശാമിന്റെ സീറയിൽ എത്രാമത്തെ പേജ്? 342 പേജ്, ഒന്നാം വോളിയം ഇബ്നു ഹിശാമിന്റെ സീറ 342 മുതൽ വായിച്ചോളി. വായിച്ചോളി, അന്ന് വായിച്ചു പറഞ്ഞേ. അതിപ്പോ ഞാനിപ്പോ വായിക്കണം. നമ്മൾ സമയം എത്ര സമയം വേണേലും എടുക്കാം. ഞാനിപ്പോ റെഫറൻസ് പറഞ്ഞല്ലോ. അല്ല പോരാ, നിങ്ങൾ വായിക്കണം. എന്താണ് സംഭവം പറയും. ഇബ്നു ഹിശാമിന്റെ സീറയില് ഖുറൈശികൾ ഒന്നടങ്കം മുഹമ്മദ് നബിയെ 11 കൊല്ലം കേടുണ്ടായിരുന്നില്ല അവർക്ക് എന്ന് പറഞ്ഞാല് ഒരു ഗോത്രമല്ല. ഖുറൈശികൾ എന്ന് പറഞ്ഞ ഒരു ഗോത്രമല്ല, ഒരുപാട് ഗോത്രങ്ങളുടെ ഒരു സമൂഹമാണ്. ഖുറൈശികൾ എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ്. ഖുറൈശി എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ്. അതുകൊണ്ട് ഖുറൈശി എന്ന് പറഞ്ഞ അതിൽ തന്നെ ഒരുപാട് ഗോത്രങ്ങൾ അടങ്ങിയതാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. വംശങ്ങളാണത്, വംശപരമ്പരകളാണ്. ഖുറൈശി എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ് ഷമീറെ. ഖുറൈശി എന്ന് പറഞ്ഞു ഖുറൈശി എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ്. അതിൽ കുറെ വംശങ്ങളുണ്ട്. ഹാഷിം വംശം, അങ്ങനെ കുറെ വംശങ്ങളുണ്ട്. ഹാഷിം വംശത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. അതെ. അതിൽ ആരാണ് കൂടിയാലോചന നടത്തിയിട്ട് എന്നാൽ മുഹമ്മദിനെ വധിക്കാം എന്ന് കൂട്ടമായി തീരുമാനമെടുത്തത്? ആരുടെ നേതൃത്വത്തിലാണ്? അബൂജഹൽ. ഏത് ഗോത്രത്തിന്റെ നേതാവാണ് ഷമീറെ? അബൂജഹലാണോ ഖുറൈശി ഗോത്രത്തിന്റെ നേതാവ്? ഖുറൈശിന്റെ അന്ന് ഉണ്ടായിരുന്നതിൽ ഖുറൈശികൾ ഒരു ഗോത്രം എന്ന നിലക്ക് അല്ലെങ്കിൽ മക്കാർ ഒരു സമൂഹം എന്ന നിലക്ക് മുഹമ്മദിനെ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചതിന്റെ തെളിവ് തരൂ. അതല്ലേ ഞാനിപ്പോ പറഞ്ഞു. ഇബ്നു ഹിശാമിന്റെ സീറത്ത്, ഇബ്നു ഹിശാമിന്റെ സീറ നമുക്ക് എടുക്കാം. ഇബ്നു ഹിശാമിന്റെ സീറ എടുക്കാം. ഇബ്നു ഹിശാമിന്റെ സീറ എടുക്കാം. നിങ്ങൾ പറയും. ഇബ്നു ഹിശാമിന്റെ സീറയില് പേജ് നമ്പർ എത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കും. നിങ്ങൾ അതൊന്ന് വായിച്ച് പറഞ്ഞേരേ. പേജ് നമ്പർ ഞാൻ പറഞ്ഞില്ല, 342. അല്ല പോരണ്ട് ഷമീറെ, എന്താ സംഭവം? എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് അന്ന്? അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉമയ്യദ് ബിൻ ഖലഫ് അതേപോലെ തന്നെ അബൂജഹലും ഉമയ്യദ് ബിൻ ഖലഫും അബൂജഹലും കൂടി എന്ത് ചെയ്തു? രൂപമാണ് പറയുന്നത്. ഉമയ്യദ് ബിൻ ഖലഫും അബൂജഹലും കൂടി എന്ത് ചെയ്തു? ഇവര് പ്രധാന നേതാക്കളാണ്. ആരുടെ? ആരുടെ? ഈ സംഭവം തീരുമാനിക്കാൻ, അതായത് പ്രവാചകനെ വധിക്കാനുള്ള, അതായത് മുഹമ്മദിന് അതിനു മുൻപ്, ഈ സംഭവം നടക്കുന്നതിന് മുൻപ് മുഹമ്മദിന്റെ സംഘത്തിലുള്ള ആരെങ്കിലും മക്കക്കാരെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. തല്ലിയിട്ടില്ല. പ്രവാചകൻ തല്ലിയിട്ടില്ല. ചോര പൊടിഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. ഉണ്ടോ? മുഹമ്മദിന്റെ സംഘം അങ്ങോട്ട് കേട്ടോ. അതിന്റെ കാരണം ചെയ്തിട്ടുണ്ടോ ചോദിക്കാണ്. അതിന്റെ ഒരു കാരണം കൊണ്ടൊന്നല്ല പ്രവാചകനെ വധിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനായിരുന്നു മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിച്ചത്? പറയും. എന്തായിരുന്നു മുഹമ്മദിനോട് അവർക്കുള്ള പ്രശ്നം? പ്രവാചകൻ അവിടെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചരണം നടത്തുകയാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നു?
ആകെ കുറച്ച് ഒരു എത്ര 70 പേര്? ആളുകൾ ഏ മറ്റും ഉണ്ടാവും. ഏറി എത്ര? വന്ന 70 100ന്റെ ഇല്ല താഴെ ഇല്ല ആളുകൾ ഇല്ല. ഉണ്ടാവും. അത് അടിമകളും കുട്ടികളും എല്ലാരും കൂടെ കൂട്ടിയിട്ടാണ്. മക്കളും ആ, ഭാര്യയും അത് അടിമകളും മതിയല്ലോ. അത് എല്ലാരും മതി. കൂടെ കൂടിയിട്ടാണ് 100 ചില്ലാൻ ആൾക്കാര്. ആ ആ നിങ്ങൾ ഈ പറഞ്ഞ സമയം 13 കൊല്ലം, അതിൽ 12 കൊല്ലം പോട്ടെ, 10 കൊല്ലം, ആദ്യത്തെ 10 കൊല്ലം ഖദീജയും അബൂ താലിബ് ഒക്കെ മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള 10 കൊല്ലം മുഹമ്മദ് നബി അവിടെ പ്രബോധനം നടത്തിയില്ലേ ഇസ്ലാം? അത് നടത്തിയിട്ടുണ്ട്. ആ ആ സമയത്ത് 10 കൊല്ലത്തിനിടയിൽ ഇഷ്ടം എപ്പോഴെങ്കിലും പോലെ മുഹമ്മദിന്റെ പ്രബോധനത്തെ തടസ്സപ്പെടുത്താനോ, മുഹമ്മദിന് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാനോ, മുഹമ്മദ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കഅബയുടെ പരിസരത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയോ മുഹമ്മദിനെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ കൂട്ടായി തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അത് ശരി. ചെയ്തിട്ടുണ്ടോ? ഒരാളെ ഞാൻ ചോദിക്കാണ് ഈ ഷമീറെ. ഈ ഒരു ഞാൻ പ്രബോധനങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം, രീതിയിലുള്ള നിങ്ങൾക്ക് എല്ലാ അടക്ക് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അടക്ക് അപ്പൊ ഞാൻ പറയട്ടെ. പ്രവാചകനെ അബൂജഹലും കൂട്ടരും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉമയ്യാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം തന്നെ ഉറപ്പില്ല. ഷാള് കഴുത്തിലിട്ടിട്ട് ചുറ്റിയിട്ട് വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്യുന്നത്, വന്ന് പിടിച്ചു മാറ്റുന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഉണ്ട്. എന്താണ്? അതായത് ഒരാള് അള്ളാഹുവിൽ വിശ്വസിക്കണോ, അവനാണ് ദൈവം എന്ന് പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ അയാളെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുന്നു. സംഭവമാണ്. ആ ഈ എന്താ പിന്നെ ഈ കാഫിറുകളുടെ ആരാധ്യ ദൈവങ്ങളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളോടാണ് എന്ന് ഖുർആൻ വചനം അവതരിച്ചത് എവിടെ വെച്ചിട്ടാ? അത് മദീനത്ത് വെച്ചിട്ട്. മദീനത്ത് വെച്ചിട്ടോ? ശരി. അതൊന്നല്ല നമ്മളിപ്പോഴത്തെ വിഷയം. പിന്നെ ശരി, മുഹമ്മദ് നബി അബൂ താലിബിന്റെ അടുത്ത് ഖുറൈശികളുടെ സംഘം വന്നിട്ട് പരാതി പറയുന്നത് മുഹമ്മദിനെ കുറിച്ച് എന്തെന്നല്ല പരാതി? അത് പ്രവാചകൻ എന്താണ് അവിടെ പ്രബോധനം ചെയ്തത്? പ്രവാചകൻ ഒരിക്കലും അവരെ അപഹസിച്ചിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോ ഒന്നല്ല ചെയ്തത്. നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുത്, അങ്ങനെ ചീത്ത വിളിച്ച പോലെ നമ്മളെയും ചീത്ത വിളിക്കും എന്നൊരു ഖുർആൻ വചനല്ലേ? ഉണ്ട്. അതെവിടെ അവതരിപ്പിച്ചതാ? അത് മദീനത്താ? അത് മക്കത്ത്. അത് മക്കത്ത്. അതെന്തായിരുന്നു അവതരണത്തിന്റെ പശ്ചാത്തലം? അത് അന്ന് മുസ്ലിങ്ങളായിട്ട് വന്ന ചില ആളുകൾ, അവർക്ക് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഞാൻ പറയുന്നത്. ആ പുതിയതായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതിലേക്ക് പഴയ ആ ഒരു ജാഹിലത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഉണ്ടാവുന്ന ആ ഒരു പ്രതിഷേധം മാത്രമാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ തന്നെ എന്ത് ചെയ്തു? അപ്പൊ തന്നെ അത് തിരുത്തുകയും ചെയ്തല്ലോ. എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് അവിടെ മുഹമ്മദിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും മുഹമ്മദിന്റെ വിശ്വാസത്തിലേക്ക് ആളുകളെ സമാധാനപൂർവ്വം ക്ഷണിക്കുകയും മാത്രമാണോ ചെയ്തത്? അതോ മക്കക്കാരുടെ ആരാധനാ രീതികളെ അപഹസിക്കുകയും അവരുടെ ആരാധനാമൂർത്തികളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ഖുർആൻ വചനങ്ങളുണ്ടോ? എന്താണ് കളിയാക്കിയത്? ഉണ്ടോ? അങ്ങനെ കളിയാക്കിയിട്ടില്ലാന്ന്. ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല. എന്താണ് കളിയാക്കിയത്? ഈ പിന്നെ അവരുടെ വിളിയും തെളിയില്ലാത്ത ജന്തുക്കൾ എന്നൊക്കെ പറഞ്ഞ എന്താ? വെളിയും തെളിയില്ലാത്ത ജന്തുക്കളോട് ഒച്ചയിടുന്നത് പോലെയാണെന്നാ പറഞ്ഞത്. അതായത് ഒരു 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 ഉപകാരമോ അല്ലെങ്കിൽ ഒന്നും കേൾക്കാത്ത ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്ന പോലെയാണ് ഈ ആളുകളെയാണ് പറഞ്ഞത്. ആരെ? ഈ ചെയ്യുന്ന ആളുകളോടാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പ്രതിമയുടെ മുന്നിൽ പോയിട്ട് നിൽക്കുമ്പോ എന്ത് ചെയ്യുന്നു? അവരുടെ വിശ്വാസമല്ലേ ഷമീറെ? വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ട് കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ? നിങ്ങളുടെ സ്വഭാവം അവകാശവാദമുള്ളതുകൊണ്ടാണ്. ഈ പറഞ്ഞ ആളുകൾക്ക് നിങ്ങൾ എന്താ വകവെച്ചു കൊടുക്കാത്തത്? ആർക്കാണ് വകവെച്ചു കൊടുക്കാത്തത്? ആർക്കാ വകവെച്ചു കൊടുക്കാത്തത്? ഈ മുസ്ലിങ്ങളായിട്ട് എന്താ വകവെച്ചു കൊടുക്കാത്തത്? ഞാൻ മുസ്ലിങ്ങളെ നിസ്കാരം കേട്ടിട്ടുണ്ടോ? ഇരട്ടത്താപ്പല്ലത്. എന്ത് ഇരട്ടത്താപ്പ് ഷമീറെ? നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്? അപ്പൊ ഇനി നീ അവിടെ കിടന്ന് വെറുതെ കിടന്ന് ഉരുളണ്ട. ബദറിന്റെ മക്കയുടെ കഥ ഞാൻ എനിക്ക് ചുരുക്കി പറഞ്ഞുതരാം. എനിക്ക് പറ്റൂല. പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നത്. ഞാൻ മുഴുവനാക്കിയിട്ട് ശേഷമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പൊ എത്ര നേരം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കരക്കടുപ്പിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞോ. പോയിന്റുകൾ പറയാൻ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോ. മുഹമ്മദ് നബിക്ക് നുബുവത്ത് എന്ന് പറയുന്ന നാടകം നടക്കുന്നു. നാടകമാണ് നിങ്ങൾ വിശ്വസിക്കൂല, ശരിയാണ് നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പരിഹസിച്ചില്ല. അല്ല, ഞാൻ പരിഹസിക്കുമല്ലോ. അത് പരിഹാസമല്ലല്ലോ. അങ്ങനെ മുഹമ്മദ് നബിയുടെ പ്രബോധനം നടക്കുന്നു. പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് അവിടെ
മുഹമ്മദിന്റെ ഇഷ്ടമുള്ള വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. മുഹമ്മദിനെ മക്കക്കാർ അവഗണിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുഹമ്മദിനെ മക്കക്കാർ അവഗണിക്കുന്നു. മുഹമ്മദിന്റെ ഖുർആൻ അവതരണത്തിൽ മൂർച്ച കൂടുന്നു. വളരെ മോശമായിട്ടുള്ള പരിഹാസവും രൂക്ഷതയും അവരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കലും ആക്ഷേപിക്കലും തുടങ്ങിയുള്ള സകല സാധനങ്ങളും വരുന്നു. പറയട്ടെ ഷമീറെ പറയട്ടെ. അതിന്റെ ഭാഗമായിട്ടാണ് മുശ്രിക്കുകളുടെ സംഘം അബൂ താലിബിന്റെ അടുത്ത് വന്ന് പരാതി പറയുന്നത്. അബൂ താലിബിനോട് പറഞ്ഞു, മുഹമ്മദിനോട് പറയണം ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കണം നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങളും ചെയ്യും. എന്താണ് ചീത്ത വിളിച്ച്? എന്താ ചീത്ത വിളിച്ചെന്ന് അത് ഖുറാനിലുണ്ടല്ലോ, തഫ്സീറിലുണ്ടല്ലോ. തഫ്സീറൊക്കെ പോട്ടെ, ഖുറാനിലുണ്ടല്ലോ പറഞ്ഞു. തഫ്സീറൊക്കെ പിന്നല്ലേ എഴുതി. അപ്പൊ ഈ സാധനങ്ങളൊന്നും ചീത്തല്ല അല്ലേ? ഈ സാധനങ്ങളൊന്നും ചീത്തല്ല. ഈ വിളിയും തെളിയില്ലാത്ത ജന്തുക്കളോട് ഉപമിക്കുന്നതൊന്നും ചീത്തയല്ലല്ലോ. അതൊക്കെ ഉള്ള സംഭവമാണല്ലോ അല്ലെ? അത് ശരി. ഈ പറഞ്ഞ ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പറയാൻ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക, ആളുകളോട് പറയാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ആരാധിക്കുന്ന, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ആരാധിക്കുന്ന എന്താണ്, അതൊരു വെളിയും തെളിയും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയാം. അവർ കൃത്യമായി ജന്തുക്കളാണ് എന്നുള്ളതൊക്കെ നമ്മളെ പരിഭാഷയിലേക്ക് വരുന്നതാണ്. എങ്ങനെ? എന്ത് ജന്തുക്കളാണ് എന്നൊക്കെ ഉള്ളത് പരിഭാഷയിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, വെളിയും തെളിയും കേൾക്കാത്ത ഇതിനോടാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നതെന്നാണ് ചോദിക്കണേ. അതിലെന്താ തെറ്റുള്ളത്? വെളിയും തെളിയില്ലാത്തത് അപ്പൊ ആരായി? അത് വിഗ്രഹങ്ങളാണ്. ഒന്ന് കേൾക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയോ ചെയ്യാത്ത. ഷമീറെ ഇതൊക്കെ പറയുമ്പോ മുഹമ്മദ് നബി താമസിക്കുന്ന എവിടെ? മക്കയിലാണ്. അബൂ താലിബിനായിട്ട് മുഹമ്മദിന് ബന്ധമുണ്ടോ? ഉണ്ട്. അബൂ താലിബുമായിട്ട് മുഹമ്മദിനെ അബൂ താലിബ് മുഹമ്മദിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നോ? അബൂ താലിബിന്റെ സംരക്ഷണത്തിലായതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളവരൊന്നും ചെയ്യാത്തത്. അബൂ താലിബിന്റെ സംരക്ഷണയിലായതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊന്നും ചെയ്യാത്തത്. മുശ്രിക്ക് തന്നെയാണ്. അബൂ താലിബ് ഖുറൈശി ആയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അബൂ താലിബ് ഈ പറഞ്ഞ പ്രവാചകനെ പുറത്താക്കില്ലേ? മുശ്രിക്കുകൾക്ക് അപ്പൊ നോക്കൂ, മുശ്രിക്കുകളുടെ ദൈവങ്ങളെയും അവരുടെ ആരാധനകളെയും അവരുടെ ആരാധനാമൂർത്തികളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കുകളുടെ സംരക്ഷണയിൽ മുഹമ്മദ് നബി 12 കൊല്ലം മക്കയിൽ ജീവിച്ചു. ഇതല്ലേ സത്യം? എളാപ്പ മൂത്താപ്പാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല. അത് ഇസ്ലാമിനുണ്ടോ അങ്ങനെ ഒരു എളാപ്പ മൂത്താപ്പ രക്തബന്ധം? വിശ്വാസത്തിന് മുകളിൽ രക്തബന്ധം ഇല്ലാതെ പിന്നെ ഉണ്ടോ? അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കഥ അറിയോ? അനക്ക് എന്താ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ പ്രത്യേകത എന്താ? സഹാബിന്റെ പ്രത്യേകത എന്താ? എന്തായിരുന്നു? നിങ്ങൾ പറയും സുഹൃത്തെ. മുഹമ്മദിനെ വെല്ലുവിളിക്കുന്നു എന്ന് കണ്ടപ്പോ സ്വന്തം പിതാവിന്റെ തല വിശ്വാസത്തിന് മുമ്പില് പിതാവും പുത്രനും ഒന്നും പ്രത്യേകത ഇല്ല എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ തല വെട്ടിമാറ്റിയ അബൂ ഉബൈദത്തുൽ ജറാഹിനെ അറിയോ? എന്നിട്ട് പ്രവാചകൻ എന്താ പറഞ്ഞേ? വെട്ടിമാറ്റിയ അബൂ ഉബൈദത്തുൽ ജറാഹിനെ അറിയോ? പ്രവാചകൻ എന്താ പറഞ്ഞത്? എന്താ ഇത്? ഒരാളെ വാപ്പാനെ കൊന്നതിനുള്ള ശിക്ഷ നടപ്പാക്കിയോ? വാപ്പാനെ കൊന്നതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ കൊന്നതിനുള്ള ശിക്ഷ നടപ്പാക്കിയോ? അതൊരു സൈനിക നടപടിയാണ്. വാപ്പാനെ കൊന്നതിനുള്ള ശിക്ഷ നടപടിയെ നടപടി എന്റെ പൊന്നാരന്റെ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിൽക്കുക, അതൊക്കെ പോട്ടല്ല, അവിടെ നിൽക്കുക, അതൊക്കെ നിങ്ങൾ ആ ഉടായ്പ നടക്കട്ടെ, ഇത് പൂർത്തിയാക്കട്ടെ. ഇപ്പൊ പറഞ്ഞ വിമർശനം പൂർത്തിയാക്കട്ടെ. ഇപ്പൊ ഈ നമ്മളിപ്പോ ആർമിയിൽ ജോയിൻ ചെയ്ത ഒരാള് ഒരു പുറത്ത് അയാളുടെ അച്ഛനോ ആരെങ്കിലും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുണ്ടോ? ഭയങ്കര ലോജിക് ആട്ടത്. എടുത്തുവെച്ചോണ്ടു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഭയങ്കര സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ് അതിപ്പോ തെറ്റ് പറയും? സാധനം അതൊക്കെ മാറ്റി പോലീസാണെങ്കിൽ പോലും അതിന് നടപടി എടുക്കൂ. അതന്നെ വിശ്വാസത്തിന് മുമ്പിൽ ഇവരെ വാപ്പിയും വിശ്വാസത്തിന് അപ്പുറം അവിടെ ഒരു രാജസുരക്ഷ കൂടിയുണ്ട്. അതെ. അല്ലാതെ ഇത് ഒരു പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകൻ മാത്രമല്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പ്രവാചകൻ മാത്രമായിട്ടാണ് കാണുന്നത്. ബഹളം ഉണ്ടാക്കേണ്ട ഷമീറെ. മുഹമ്മദിന് അബൂ താലിബ് പാലൂറ്റി വളർത്തിയതാണ് മക്കക്കാരുടെ രാജ്യത്തിന് സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടായ സംഭവം അല്ലേ? അബൂ താലിബിന്റെ സംരക്ഷണയിൽ മുഹമ്മദ് 10 കൊല്ലം അവിടെ അവരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചും ചീത്ത വിളിച്ചും നടക്കുമ്പോഴും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകനോടുള്ള സംരക്ഷണം കൊടുത്ത് ആളെ നിർത്തിയത്. പറയട്ടെ ഷമീറെ,
മകന്റെ സംരക്ഷണം പിന്നെ മകൻ പറയട്ടെ എന്ന് പറഞ്ഞു ഷമീറെ, കഴിഞ്ഞാൽ പറയട്ടെ സ്വഭാവത്തിന്റെ പുത്രനാണ്. പറയട്ടെ. അതാണ് അവസാനം മക്കാരുടെ ജീവിതത്തിനും ജീവനും ഭീഷണിയാവുന്ന തരത്തിൽ മക്കയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മുഹമ്മദ് വളരാൻ കാരണം. അല്ലേ? അത് ശരി. അല്ലേ? അതൊന്നല്ല ഇവിടെ. അല്ലേ? അതല്ല. എന്നാ അവിടുത്തെ വിഷയം എന്താ? ഓടിപ്പോയി എങ്ങോട്ട് പോയി? അതല്ല അപ്പൊ അബൂ താലിബിന്റെ കൈപ്പഴയായിരുന്നു മക്കാർക്ക് പറ്റിയ അബദ്ധം. അത് ശരി. അപ്പൊ ഇതേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നും പറയാലോ. എന്താ ഷമീറെ, ഒരു വാപ്പാനെ മകൻ, മുസ്ലിമായ മകൻ മുഷിരിക്കായ വാപ്പാനെ കൊല്ലുമ്പോ രാജ്യസുരക്ഷ അല്ലേ? ആ മുഷിരിക്കിന്റെ സംരക്ഷണയിൽ 13 കൊല്ലം അവിടെ ജീവിച്ച് അവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും മൊത്തം ചീത്ത വിളിക്കുമ്പോ അത് തൗഹീദ്. തൗഹീദ് തന്നെയല്ലേ അവിടെ പറഞ്ഞത്. മാനുണ്ടോ ഷമീർ എനിക്ക് ന്യായീകരിക്കാൻ? ഓക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇസ്ലാമിനെതിരെ വിമർശനം എങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യണേ? ഒന്ന് കണക്ട് ചെയ്ത് കേക്കട്ടെ. ഇത്ര മതി ഈ ഭാഗത്ത്, എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇനി ബാക്കി പറഞ്ഞു. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇതാക്കാൻ കഴിയൂല. ഞാൻ തോറ്റു. പോലീസ് ആവട്ടെ പട്ടാളാവട്ടെ, അതിന് അവർക്ക് എതിരെ നടപടി എടുക്കുമ്പോ അവിടെ ഉപ്പാന്നോ ഉമ്മാന്നൊന്നും നോക്കൂല. നോക്കാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ നോക്കൂല. സ്വന്തം വിഗ്രഹങ്ങളെയും ആ രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവൻ സൈനികന്റെ കാര്യം എടുക്കണം. നിങ്ങൾ ആളും കൂടി നോക്കണം. ആളെന്താണ്, അയാളെ പദവി എന്താണെന്ന് കൂടി നോക്കണം. അല്ലാതെ സാധാരണക്കാരൻ ചെയ്യുന്നതല്ല എല്ലാത്തിലും കൊണ്ട് ആഡ് ചെയ്യണ്ടേ. എന്ത് മുഹമ്മദിന്റെ പദവി എന്താ? പ്രവാചകൻ മുഹമ്മദിന്റെ പദവി എന്താ? മക്കയിലത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതേ മദീനത്ത് എന്താണ് പ്രവാചകൻ അവിടുത്തെ മക്കയിലെ പ്രവാചകന്റെ പദവി എന്തായിരുന്നു? മക്കയില് അവിടെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു പദവി തന്നെയായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആണല്ലേ? പിന്നീട് നുബൂവത്തിന് ശേഷം 40 വയസ്സിന് ശേഷം പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ എതിർപ്പ് തുടങ്ങി. നുണ പറയാൻ ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് എല്ലാം നിങ്ങൾ പറയും. അതുവരെ എന്തെങ്കിലും പ്രവാചകനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഷമീറിനോട് ചോദിക്കട്ടെ. ഷമീറെ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഷമീറിന്റെ നാട് എവിടെ? കോഴിക്കോട്. ഷമീറിന്റെ മഹല്ലേതാ? ഞാനിവിടെ കോഴിക്കോടില് പൂളക്കടവ് പള്ളി മഹല്ലിന്റെ മുന്നില് ഞാൻ വന്നിട്ട് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു മണ്ടൻ വിശ്വാസമാണെന്നും നിങ്ങൾ ഈ തലകുത്തി മറിയണതൊക്കെ വെറുതെ ആണെന്നും ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കി കെട്ടുകഥയാണെന്നും പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് തടി സലാമത്താക്കി തരൂ ഷമീർജി? സലാമത്താക്കി തരാം. എന്നാണ് അതിന് സമയം തരാ? എപ്പോ വേണമെങ്കിൽ തരാം. അങ്ങനെ എന്തൊക്കെ പ്രസംഗങ്ങളും എന്തായിരിക്കും അവസ്ഥ? ഒരു അവസ്ഥയില്ല. ഇപ്പൊ മക്കയിൽ ചെന്നിട്ട് കാബന്റെ പരിസരത്ത് ചെന്നിട്ട് ഇതൊക്കെ വിഗ്രഹങ്ങൾ ആരാധന നടന്നിരുന്ന ഒരു പുരാതന ക്ഷേത്രം മുഹമ്മദ് നബി തട്ടിയെടുത്തതാണ്, ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് അവിടെ ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ജീവനോടെ അവിടെ തിരിച്ചു വരാൻ പറ്റുമോ? അത് അവിടുത്തെ നിയമമാണ്. അത് അവിടെ പോയിട്ട് പറ്റുമോ? അപ്പൊ നോക്ക് ഈ 2020 സമാധാനത്തോടെ കേട്ടോ ഷമീറെ, 2024 ജനാധിപത്യത്തെ കുറിച്ചും മനുഷ്യാവകാശങ്ങളെ കുറിച്ചൊക്കെ ഇത്രയും അറിവുള്ള കാലത്ത് പോലും ഒരു മുസ്ലിം പള്ളിയുടെ അങ്കണത്തിൽ പോയിട്ട് അള്ളാഹുവിനെയോ ഖുറാനെയോ ഇസ്ലാമിനെയോ നിന്ദിക്കാനോ അവഹേളിക്കാനോ കഴിയില്ല. അവിടുന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് അവരുടെ വൈകാരികത കൊണ്ട് നമ്മുടെ ഈ പറയുന്ന സമാധാനത്തോടു കൂടി മാത്രം ഖുറാനിനെയും മുഹമ്മദ് നബിനെയും അള്ളാഹിനെയും അംഗീകരിച്ചുകൊണ്ട് മതത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച ഒരു മനുഷ്യൻ ഒരു മിനിറ്റ് പറയട്ടെ സമാധാനത്തോടെ കേട്ടോ. എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ല, ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണോ? ആ മനുഷ്യനെ പൊടി പോലും കിട്ടിയില്ല. അപ്പൊ പറഞ്ഞെന്താ ഇനി ഇവിടെ ഈ ഒരു പ്രിമൈസിൽ നിന്നിട്ട് വേണം ഷമീർ ബാക്കി സംസാരിക്കാൻ. അതായത് ഒരു പ്രാകൃത ഗോത്രം എന്നും ജാഹിലികൾ എന്നും നിങ്ങൾ അവഹേളിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ അവരുടെ ദൈവവിശ്വാസത്തെയും ആരാധനാമൂർത്തികളെയും അവഹേളിച്ചും നിന്ദിച്ചും അവരുടെ ആലയത്തിന്റെ പരിസരത്ത് പോയി തന്നെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചും മുഹമ്മദ് 13 കൊല്ലം മക്കയിൽ ജീവിച്ചു. അതിനിടയിൽ എങ്ങനെ ജീവിച്ചു? 13 കൊല്ലം മക്കയിൽ ജീവിച്ചു. പറയൂ. സ്വന്തം മൂത്താപ്പ അവിടെ സംരക്ഷണത്തിന് ഉണ്ടായത് കൊണ്ടാണ്. ആ മൂത്താപ്പ ഈ ബഹുദൈവ വിശ്വാസകനും ഈ ഇതേ ബഹുദൈവ ആരാധകനും ആ മൂത്താപ്പാന്റെ സംരക്ഷിച്ച് തീറ്റിപ്പോറ്റ മൂത്താപ്പാന്റെ ദൈവത്തെയും അമ്പലത്തെയും ആണ് ചീത്ത വിളിച്ചിരുന്നത്. എന്നിട്ട് ആ മൂത്താപ്പാന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി ആ മൂത്താപ്പാന്റെ മകളെ കല്യാണം ആലോചിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതൊരു ഇസ്ലാമിക സമൂഹത്തിൽ ഇപ്പൊ ഈ 2024 നടക്കുന്ന ഞങ്ങളോട് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഇസ്ലാമിന് അധികാരമുള്ള കേന്ദ്രം, ഇസ്ലാമിന് അധികാരമുള്ള ഒരു സ്ഥലത്ത്
നിങ്ങൾ ഇവിടെ നിന്നല്ല എത്ര സ്ഥലത്ത് എവിടെ നമ്മളെ ചേകനൂർ മൗലവി എവിടെ? അന്ന് അതൊന്നും ഇപ്പൊ എനിക്കറിയില്ല, അതിന്റെ കഥ ഒന്നും അറിയണം ഷമീറെ. അതൊന്നും തെളിവില്ലാത്ത സംഭവമാണ്. അത് എന്ത് ചെയ്തു, എന്താണ് വൈകാരികത, ധാർമ്മികത ഇല്ലാത്തവർ, അക്രമ സ്വഭാവമുള്ളവരുടെ ഇടയിൽ മുഹമ്മദിന്റെ ഇസ്ലാമും ആ കാലഘട്ടത്തിലെ ഖുറൈശികൾ മുഹമ്മദിനോട് കാണിച്ച സഹിഷ്ണുതയും മുഹമ്മദിന്റെ അസഹിഷ്ണുതയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പിക്ചർ ഇപ്പൊ ഏകദേശമായി. നിങ്ങൾ പ്രവാചകൻ അവിടെ ഒരു അസഹിഷ്ണുതയും കാണിച്ചിട്ടില്ല മക്കയിൽ. ബദറിലേക്ക് മറ്റേ UN ചാർട്ടർ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ കേട്ടെ. അസഹിഷ്ണുത പ്രവാചകൻ മക്കയിൽ കാണിച്ചിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവിടെ കാണിച്ചിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. അവിടെ കൃത്യമായിട്ട് ക്ഷമ അവലംബിച്ച്, അതായത് യാസിർ കുടുംബം അമ്മാറിന്റെ സുമയ്യ ബീവിനെ വധിച്ചിട്ടുണ്ട് അവര്. എന്നിട്ട് എന്താ ചെയ്ത് പ്രവാചകൻ അവരാരും ഒന്നും തിരിച്ചു ചെയ്തിട്ടുണ്ടോ? അവരെ ക്ഷമ കൈകൊള്ളാനാണ് പറഞ്ഞത്. ക്ഷമയായിരുന്നു. നിങ്ങളിപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇതേപോലെ ഒരു പ്രബോധനം നടത്തിയിട്ട് നിങ്ങളെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതേപോലെ വധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ഷമിച്ച് അവിടെ ഇരിക്കുവോ? എന്താ പ്രബോധനം നടത്തുന്നതിന് വധിക്കണം സുഹൃത്തെ? നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ടല്ലോ ഈ പ്രവർത്തനം. പ്രബോധനം നടത്തുന്നതിന് ആരെ വധിക്കണേ? എന്തിനാ വധിക്കണേ? അങ്ങനെ ആരെയും പ്രബോധനം നടത്തുന്നതിന്റെ പേരിൽ വധിക്കുന്ന ഏക സമൂഹം ഇപ്പൊ ഇസ്ലാമിക സമൂഹമാണ്. ആരും വധിച്ചിട്ടില്ല, ആരെയും വധിച്ചിട്ടില്ല. എവിടെ ഇയാളെവിടെ എവിടെ ചേകനൂർ മൗലവി? എനിക്കറിയപ്പോ നടത്തുക എന്നുള്ള ഒറ്റ പണി ചേകനൂർ ചെയ്തിട്ടുള്ളൂ. അതെ, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അയാൾ എവിടെ ചോദിക്കുന്നത്? നിങ്ങളോട് ചോദിക്കുമല്ലോ. പിന്നെ ഒരാൾക്കറിയില്ല. അയാൾ എവിടെയെങ്കിലും പോയി നാട് വിട്ടു പോയിണ്ടാവും. അയാൾ നാട് വിട്ടു പോയിട്ടുണ്ടാവും. ആ പരിപാടി നിർത്തിയിട്ട് അയാളിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല ഷമീറെ. എന്തെങ്കിലും അയാളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ബദറിലേക്ക് ഈ UN ചാപ്റ്റർ ഒന്നാണ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഈ ബദറിലേക്ക് ഒന്നും കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഞാൻ ഇനി എന്തായാലും ഇപ്പൊ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പറഞ്ഞേരി അറിയാലോ. എപ്പോഴാ നീ പറഞ്ഞുതരാ? മഗ്‌രിബ് നിസ്കരിച്ചു വരും, അപ്പൊ തന്നെ വിളിക്കും. ഇന്ന് ഇനിയിപ്പോ മഗ്‌രിബ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സമയമല്ല. ഞാൻ ഓഫീസിൽ അപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, വീട്ടിൽ പോകണം, കുറെ പണിയുണ്ട്. നിങ്ങൾ നാളെ ഒരു സമയം പറഞ്ഞോളി, നമുക്ക് ബാക്കി നാളെ പറയാം. നാളെ നിങ്ങള് ഫ്രീ ആകുമ്പോ വിളിച്ചോ. നാളെ ഞായറാഴ്ചയാണ്. നാളെ ഞായറാഴ്ച ആയിക്കോട്ടെ. നിങ്ങൾ ഈ 5 മണിക്ക് ശേഷം ഒക്കെ ഞാൻ ഫ്രീ ആണ്. 4 മണി 5 മണിക്ക് ശേഷം ഫ്രീ ആണ്. നാളെ 5:15 അസർ കഴിഞ്ഞിട്ട് 4:30 ശേഷം ഫ്രീ ആണ്. 4:30 ആണോ 5:30 ആണോ? നിങ്ങൾ പറഞ്ഞു. 4:30 ശേഷം വിളിച്ചോ. 4:30 5 മണി. അപ്പൊ നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് ഞങ്ങളെ വിളിക്കാം. ബാക്കി അപ്പൊ നിങ്ങൾ ഈ UN ചാപ്റ്റർ ബദറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരണം. അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാ ശരി, സന്തോഷം. അപ്പൊ ഈ പാർട്ട് ഞാൻ ഇന്ന് ഇടും, ബാക്കി നമുക്ക് നാളെ കേൾപ്പിക്കാം. ഓക്കെ. മക്കയും മദീനയും ബദറും ഒക്കെ പറഞ്ഞിട്ട് മക്കാരായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് അത്തരം മൃഗീയമായ അക്രമങ്ങൾ മുഹമ്മദിന് നേരെ അഴിച്ചുവിട്ട ഒരു സമൂഹമായിരുന്നു മക്കാർ എന്ന് വരുത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. അത് ചെറുങ്ങനെ കയ്യിൽ നിന്ന് പാളി അവന്റെ. അപ്പൊ അതവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങൾ മൊത്തത്തിൽ ബദറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതെപ്പോ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. നാളെ ചെയ്യാമെന്ന് ഷമീർ പറഞ്ഞിട്ടുണ്ട്. ഷമീർ ഇനി ഫോണിൽ ഇതും കൂടിയും ഷമീറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സമയമാണ്. ഇതിനപ്പുറത്തേക്ക് ഷമീറുമായിട്ട് ഒരു എൻഗേജ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഷമീറിനെ എന്റെ സമയവും ശ്രദ്ധയും മാറ്റാൻ വേണ്ടി നേർച്ചയിട്ട ഒരു നേർച്ചക്കോഴി പോലെയാണ് ഷമീർ ഇസ്ലാമിക പ്രബോധക സംഘത്തിനിടയിൽ പ്രവർത്തിക്കുന്നത്. ഷമീർ ഇങ്ങനെ 24 മണിക്കൂർ എന്റെ ഫോട്ടോയിൽ ലിയാഖത്ത് വീഡിയോ ചെയ്യുക. നമ്മൾ എന്നിട്ട് ഷമീറിന്റെ പുറകെ നടക്കുക. ഷമീറിന് ഇതിന് വല്ലതും വായിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള അഴിവുണ്ടോ? ഇല്ല. ഷമീറിന് അതിൽ കാര്യങ്ങൾ അറിയോ? ഇല്ല. അപ്പോ അതെങ്ങനെ പറഞ്ഞ് നമ്മളെ സമയവും നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി ഇവരെല്ലാവരും കൂടി നേർച്ചയാക്കി പുറത്തിറക്കി വിട്ട ഒരു നേർച്ചക്കോഴീനെ പോലെയാണ് ഷമീർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഷമീറിന് ഈ ഒരു അവസരം കൂടി കൊടുക്കും. ഇതും കൂടി ഷമീർ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. ഷമീറിന് വേണ്ടി സമയം മെനക്കെടുത്തുക എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഷമീർ കൊണ്ടൊരാള് വരട്ടെ, പുറത്ത് വരട്ടെ. ഉണ്ടല്ലോ ആൾക്കാർ എമ്പാടും മടയിലും മാളത്തിലും സ്റ്റുഡിയോയിലും ആയിട്ട് രംഗത്ത് വരട്ടെ.